Hey guys, so we are heading to Orangeville. അല്ലേ? അതെ. ഹേ ഗൈസ്, ഇതെൻ്റെ ആദ്യത്തെ വോയിസ് ഓവർ വീഡിയോ ആണ്. അതിൻ്റെ എല്ലാവിധ മിസ്റ്റേക്സ് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ യാത്ര തിരിക്കട്ടെ. വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ ഓറഞ്ച് എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ ടാറ്റ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അത്ര യാത്രാപ്രേമിയൊന്നുമില്ല, പക്ഷേ ഇത്രയും നാളും ഞാൻ യാത്ര പോയതിൽ, അതും ഈ കാനഡയിൽ 2.5 വർഷത്തിനിടയ്ക്ക് ഞാൻ യാത്ര ചെയ്തതിൽ വെച്ച് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു യാത്രയായിരുന്നു ഇത്. ഒൻറ്റാരിയോ റീജിയണൽ മലയാളി അസോസിയേഷനായ ഓർമ്മ എന്ന ടീം ഞങ്ങളൊരു പിക്നിക്കിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ സത്യം പറയാലോ, എൻ്റെ ജീവിതത്തിൽ ഓർത്തില്ല ഇത്രയും അടിപൊളി ഒരു യാത്രയായിരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പച്ചപ്പ് തന്നെയാണ്. യാത്രയിലുടനീളം ഫോണിൽ തോണ്ടുന്ന സ്വഭാവക്കാരിയായ ഞാൻ പോലും ഫോൺ ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചില്ല, വീഡിയോ ഷൂട്ട് ചെയ്യണമല്ലോ, ഇങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ പുറത്തോട്ട് ഒരു നത്തിനെ പോലെ നോക്കിയിരിക്കണം എന്നുണ്ടെങ്കിൽ ഗൈസ് യു ക്യാൻ ഇമാജിൻ അത് എത്ര നല്ല ഒരു അടിപൊളി യാത്രയായിരിക്കും എന്നുള്ളത്. കാര്യം ഈ പോകുന്ന എനിക്ക് ആക്ച്വലി എല്ലാ കംപ്ലീറ്റ് ക്ലിപ്പും എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ആരൊക്കെയാണ്, എന്താണ് പരിപാടി എന്നൊരു ഐഡിയ ഇല്ല. മറ്റൊരു കാര്യം, നമ്മൾ എവിടെ പോയാലും ദൈവം നമുക്കായി ഒരാളെ കരുതി വെക്കും. പിള്ളേർ ഫുഡ് ഇടി തുടങ്ങി കേട്ടോ. അവിടെ ചെന്നപ്പോൾ നല്ല വിശപ്പായിരുന്നു. ഫുഡ് ഇടി ഒക്കെ തുടങ്ങി. എല്ലാം അവസാനിപ്പിച്ചത് ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞു നിർത്തിയത് മനുഷ്യൻ. ഞാൻ എവിടെ പോയാലും ഏതെങ്കിലും ഒരു പുതിയ മനുഷ്യനെ മീറ്റ് ചെയ്യും. സോ അങ്ങനെ കുറച്ച് നല്ല മനുഷ്യനും കൂടെ സമ്മാനം ആയിട്ട് കിട്ടിയൊരു ദിവസം കൂടിയായിരുന്നു. ഹായ് പട്ടിക്കുട്ടി. വഴിയെ പോകുന്ന പട്ടിയെ അതിനേക്കാളും നല്ല രീതിയിൽ കുറച്ച് ഞാൻ അതിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നോക്കിയാണ്. അതിനിടയ്ക്ക് നമ്മുടെ പവിത്ര കാട് വെച്ച് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവിടെ ഒരുപാട് ഗെയിംസ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. സോ എനിക്ക് അറിയത്തില്ല അതെങ്ങനെ കളിക്കുന്നതെന്ന്, പക്ഷെ അറിയാവുന്ന പോലെ അങ്ങ് ഇരുന്നു. ബിങ്കു ആയിരുന്നു. എനിക്ക് ഇത് കുറച്ച് നാൾ മുന്നേ ഉള്ളൊരു ഷോർട്ട്സ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് ഓർമ്മയില്ല എന്താ അവിടെ സംഭവിച്ചെന്നുള്ളത്. പക്ഷേ നമ്മുടെ പിള്ളേർ നല്ല രീതിക്ക് അവിടെ വെച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരാൾ ജയിച്ചു എന്ന് ഉറപ്പിച്ച ഒരു സമയത്ത് തന്നെ തോറ്റു പോകുമ്പോൾ ഉള്ള അവസ്ഥയാണ് നമ്മുടെ പവിത്രയുടെ മുഖത്ത് നമ്മൾ കാണുന്നത്. നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു. ഇവിടെ അനീനയ്ക്ക് ഞാൻ വീഡിയോ ഒക്കെ ആസ് യൂഷ്വൽ ഞാൻ തന്നെയാണ് വീഡിയോ എടുത്ത് കൊടുത്തത്. അങ്ങനെ നമ്മൾ നമ്മുടെ പോർട്ട് പോയി എല്ലാ വ്യൂസൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിഞ്ഞതാണ് ഞാനിവിടെ പട്ടി ഷോ കാണിച്ച് നടക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ദെൻ.